വഹാബിസം കടന്നു വരികയാണ്. അങ്ങനെ 1920 കാലങ്ങളിൽ വക്കം മൗലവിയും KM മൗലവിയും കൂടിയിട്ട് കേരളത്തിലേക്ക് വഹാബിസം കൊണ്ടുവന്നിട്ട് ഐക്യസംഘം എന്ന നിലക്കൊരു സംഘടന രൂപീകരിക്കുകയാണ്. എവിടെ? കേരളത്തിന്റെ മണ്ണിൽ. എന്താ സംഘടന പേര്? ഐക്യസംഘം. എവിടെയാണ് ഐക്യസംഘം ഉണ്ടാക്കേണ്ടത്? ഭിന്നിച്ച് നാടാകെ തകർന്ന് തരിപ്പണമായ ഒരു സ്ഥലത്തല്ലേ ഐക്യസംഘം കൊണ്ടുവരേണ്ടത്? കേരളത്തിൽ ഭിന്നിപ്പുണ്ടോ? അന്ന് 1920 കാലങ്ങളിൽ കേരള ജനത ഒറ്റക്കെട്ടാൽ ഒരേ ആശയത്തിലാണ്, ഒരേ ആദർശത്തിലാണ് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന കേരളീയ ജനത 1920 കാലഘട്ടത്തിൽ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ജനത പ്രശ്നത്തിന് വേണ്ടി എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ പരിഹാരം തേടി അന്ന് ജീവിച്ചിരുന്ന അഹ്ലു ബൈത്തിന്റെ മുമ്പിലേക്ക് ഓടിയവരാണ്. അതേ മമ്പുറം തങ്ങളുടെ മുമ്പിലേക്ക്, പാണക്കാട് പൂക്കോയ തങ്ങളുടെ മുമ്പിലേക്ക് ഓടിയ ജനങ്ങൾ ചരിത്രമുണ്ട്. പൊന്നാനി മഖ്ദൂം കുടുംബത്തിന് മുമ്പിലേക്ക് പോയ ചരിത്രമാണ്. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മഹാന്മാരുടെ മുമ്പിൽ ഓടിയ ചരിത്രം ഞാൻ ചുരുക്കുന്നു. പാണക്കാട് പൂക്കോയ തങ്ങളുടെ മുമ്പിൽ പോയ ഒരു ചരിത്രം കൂടി പറയട്ടെ. അന്ന് അതേ മത്സ്യം പിടിക്കുന്ന കടപ്പുറത്ത് മത്സ്യം പിടിക്കുന്നവര് തോണി മുഖേന കടലിലേക്ക് മീൻ പിടിക്കാൻ വേണ്ടി പോയി ദിവസങ്ങളോടും കടലിൽ ചെലവഴിച്ച് മീൻ കിട്ടാതെ തിരിച്ചു വരുമ്പോ ഒരു വലിയ മീൻ തിരിച്ചു വരുന്ന സമയത്ത് കിട്ടി. എന്നിട്ട് കടപ്പുറത്ത് എത്തിയിട്ട് ആ തോണി കരയിലേക്ക് അടുപ്പിക്കുന്നതിനിടയിൽ തോണിയിലുണ്ടായ മത്സ്യത്തെ ഒരു പരുന്ത് വന്ന് കൊത്തിക്കൊണ്ടു പോകുകയാണ്. ദിവസങ്ങളോടും കടലിൽ താണ്ടി കിട്ടിയ മീനിനെ പരുന്ത് കൊണ്ടുപോയപ്പോ ഉണ്ടായ വിഷമം പറയേണ്ടതില്ലല്ലോ. ഈ മത്സ്യത്തൊഴിലാളികൾ നേരെ പോകുന്നത് പാണക്കാട് പൂക്കോയ തങ്ങളുടെ മുമ്പിൽ പോയിട്ട് പറയാണ്, ഞങ്ങൾക്കൊരു മത്സ്യം കിട്ടിയിരുന്നു, അതിനെ ഇപ്പോൾ പരുന്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോ പാണക്കാട് പൂക്കോയ തങ്ങൾ പറയുന്നു, ആ പരുന്ത് അവിടെ പറക്കുകയാണ്, ആ പരുന്തിലേക്ക് കൈകൊണ്ട് ചൂണ്ടിക്കൊണ്ട് പറയണം, പാണക്കാട് പൂക്കോയ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മീൻ ഇങ്ങോട്ട് തിരിച്ചു തരാൻ. മത്സ്യത്തൊഴിലാളികൾ അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന ആ പരുന്തിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറയുന്ന പാണക്കാട് പൂക്കോയ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മീൻ തിരിച്ചു തരണം. ആ പരുന്ത് കൊണ്ടുവന്നിട്ട് മീൻ മത്സ്യത്തൊഴിലാളികളെ മുമ്പിൽ ഇട്ടു എന്ന് ചരിത്രം പറയുമ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രശ്നപരിഹാരത്തിന്റെ മഹാന്മാരെ മുമ്പിൽ ഓടിയിട്ട് എല്ലാ തഖ്വയിൽ അധിഷ്ഠിതമായ മാലമൗലൂദികൾ പാടി ജീവിച്ചിരുന്ന ഉമ്മമാര്, അവർക്ക് പ്രശ്നം വരുമ്പോൾ നഫീസത്ത് മാല നേർച്ചയാക്കണം. തന്റെ മകളുടെ പ്രസവ വേദന വരുമ്പോ തലയുടെ ഭാഗത്തിരുന്നിട്ട് നഫീസത്ത് മാല പാടിയിരുന്ന ഉമ്മമാര്, മഞ്ഞക്കുളം മാല പാടിയിരുന്ന ഉമ്മമാര്, മാല പാടിയിരുന്ന ഉമ്മമാര്, ഐക്യത്തോടെ ഒത്തൊരുമോടെ ജീവിക്കുന്ന കേരള ജനതയുടെ മുമ്പിലേക്ക് 1920 കാലഘട്ടങ്ങളിൽ വക്കം മൗലവിയും KM മൗലവിയും ഐക്യസംഘം എന്ന നിലക്ക് ഒരു സംഘടനയുമായി ഇങ്ങോട്ട് കടന്നു വരികയാണ്. നമ്മുടെ ഉലമാ പള്ളിയുടെ മൂലയിരുന്ന് ദർസ് നടത്തിയിരുന്ന വിദഗ്ധന്മാരായ പണ്ഡിതന്മാര്, നമുക്കറിയാം ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങള് പണ്ഡിതനാണ്, നേതൃത്വമാണ്, വലിയാണ്, 14ഓളം ഭാഷ സംസാരിക്കുന്ന വലിയ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ എന്താണ് ഒരു ഐക്യസംഘം? അതിനെ പഠിക്കാൻ വേണ്ടി ഇറങ്ങുന്നു. 1925 കാലങ്ങളിൽ അതിനെ പഠിക്കാൻ വേണ്ടി ഉലമാഇനെ ഒരുമിച്ച് കൂട്ടിയിട്ട് അതിനെ പഠിക്കാൻ വേണ്ടി മാത്രം ഒരു സഭ തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ സഭ തീരുമാനിച്ച് അത് കള്ളത്തരമാണ്, മുസ്ലിമിന്റെ പാരമ്പര്യത്തെ വെട്ടിച്ചുരുക്കി മുസ്ലിമീങ്ങളെ കൊല്ലണമെന്ന് വാദിക്കുന്നവരാണെന്ന് പറഞ്ഞ് 1926 ഈ വരുന്ന ജൂൺ മാസത്തിൽ വെച്ചിട്ടുകൊണ്ട് അതാ ഒരു പണ്ഡിത സഭക്ക് തുടക്കം കുറിക്കുകയാണ്. അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത്. എപ്പോഴാണ് തുടങ്ങിയത്? ഒറ്റക്കെട്ടായി ഐക്യത്തോടെ ഈമാനോട് ജീവിക്കുന്ന കേരളീയ ജനതയുടെ മുമ്പിലേക്ക് ഐക്യസംഘവുമായി വന്ന KM മൗലവിയും വക്കം മൗലവിയും മുസ്ലിമീങ്ങളുടെ കഴുത്തിലേക്ക് കടാര വെക്കാൻ വേണ്ടി പുറത്തിറങ്ങിയ അവരുടെ ആശയത്തെ മുറിച്ചു മാറ്റാൻ വേണ്ടി ഉണ്ടാക്കിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഞാൻ ചുരുക്കുന്നു, 1926 തുടങ്ങിയിട്ട് ഓരോ വർഷാനുവർഷം 1-ാം വർഷം, 2-ാം വർഷം, 3-ാം വർഷം, 4-ാം വർഷം ഇങ്ങനെ വാർഷിക സമ്മേളനം നടത്തി. മഹാനായ നൂറുൽ ഉലമ MA ഉസ്താദുടെ സമസ്ത എന്ന പുസ്തകം വായിക്കുമ്പോൾ ഓരോ വർഷാനുവർഷം നടത്തിയ വാർഷികത്തിന്റെ ആ പ്രമേയങ്ങൾ നടപ്പിലാക്കി. 2-ാം വാർഷികം നടത്തുന്നു, പ്രമേയങ്ങൾ ഒരു വർഷത്തിൽ നടപ്പാക്കുന്നു. അങ്ങനെ വർഷാനുവർഷം സമ്മേളനം നടത്തി വിദ്അത്തുകാർക്കെതിരെ നമ്മുടെ ഉലമാ പടയോട്ടം നടത്തുകയാണ്. ഉലമാ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമ്പോ ഉലമ മാത്രം പ്രവർത്തിച്ചാൽ പോരാ, ഇവിടെ ഉമറാഇന്റെയും കൂടെ ആ സഹായം ആവശ്യമുണ്ടെന്ന നിലക്ക് 1954 SVS രൂപീകരിക്കുകയാണ്. അങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും SVSും കൂടിയിട്ട് ഒറ്റക്കെട്ടായി വിദ്അത്തുകാർക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുമ്പോ അതേ വിദ്അത്തുകാര് അവർ ആ ക്യാമ്പസിൽ
ക്യാമ്പസിലേക്ക് കയറിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അവരെ ആശയം കയറ്റി വെച്ചുകൊണ്ട് നമ്മുടെ പുത്തൻ ആശയം കയറ്റാൻ വേണ്ടി ശ്രമിച്ചപ്പോ 1973 നമ്മുടെ ഉലമാഇന്റെ തീരുമാനപ്രകാരം പട്ടിക്കാട് ജാമിഅ നൂരിയിൽ വെച്ചിട്ട് SSF രൂപീകരിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. 54 SYS, 73 SSF. വിദ്യാർത്ഥികളും യുവാക്കളും ഒറ്റക്കെട്ടായി ഉലമാഇന്റെ പിന്നാലെ അണിനിരന്നുകൊണ്ട് ഈ ബിദ്അത്തിനെതിരെ പോരാടുകയാണ്. അങ്ങനെ കാലം കടന്നു വന്നു. ബിദ്അത്തിനെതിരെ ഇഖ്യാസ് മുസ്ലിയാരുടെ നേതൃത്വത്തിൽ അതിനു മുമ്പ് കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ, രണ്ടോടെ മുഹ്യിദ്ദീൻ മുസ്ലിയാരടക്കം, അങ്ങോട്ട് പോയാൽ പറവണ്ണ അടക്കമുള്ള നിരവധി പണ്ഡിതന്മാര്, ഇങ്ങോട്ട് മൗലാന പേരോട് ഉസ്താദ് അടക്കമുള്ള നമ്മുടെ ഉലമാഇന്റെ നേതൃത്വത്തിൽ അതേ ബിദ്അത്തിനെതിരെ സന്ധിയില്ലാ സമരം ചെയ്തു. കൂട്ടത്തിൽ കള്ളത്തരീഖത്തിനെ മറക്കരുത്. അങ്ങനെ കള്ളത്തരീഖത്തുകാരോടും ബിദ്അത്തുകാരോടും സന്ധിയില്ലാ സമരം ചെയ്തിട്ട് അങ്ങനെ കടന്നു വരുമ്പോൾ നമ്മുടെ നാട്ടിലെ വയസ്സന്മാർക്കൊരു വിഷമം. SVS അങ്ങോട്ട് പോയാൽ പിന്നെ വയസ്സന്മാർക്ക് പ്രവർത്തിക്കാനില്ലല്ലോ. അതേ 2015 വന്നപ്പോ കേരള മുസ്ലിം ജമാഅത്ത്, ഇനി നമ്മുടെ നാട്ടിൽ ഒരാൾ മരിച്ചാൽ മുസ്ലിം ജമാഅത്തിന്റെ മുഹമ്മദ് ഹാജി മരിച്ചു, മുസ്ലിം ജമാഅത്തിന്റെ യൂസുഫ് ഹാജി മരിച്ചു, മുസ്ലിം ജമാഅത്തിന്റെ അബൂബക്കർ ഹാജി മരിച്ചു, മരണം വരെ ഇനി പേര് മാറാനില്ല. അങ്ങനെ മുസ്ലിം ജമാഅത്തുമായി വന്നിട്ട് 1926 ജൂൺ മാസത്തിലേക്ക് സെന്റനറിയുടെ 100 വർഷം പൂർത്തിയാകുകയാണ്. അതിന്റെ 100ാം വാർഷികം ഇൻഷാ അല്ലാഹ് 2027 തുടക്കത്തിൽ ഇവിടെ 100ാം വാർഷികം മലപ്പുറത്തിന്റെ മണ്ണിൽ വെച്ച് നടക്കാൻ വേണ്ടി പോകുകയാണ്. ഈ 100 വർഷം പിന്നിടുമ്പോൾ 1920 തുടക്കം കുറിച്ച വഹാബിസം 26 പണ്ഡിത സഭ വന്നിട്ട് ഇസ്ലാമിനെതിരെ വന്ന കക്ഷികൾക്കെതിരെ സന്ധിയില്ല സമരം ചെയ്തിട്ട് 1926 സമസ്ത കടന്നു വരുമ്പോ ഒറ്റക്കെട്ടായി സമസ്ത പ്രവർത്തിക്കുമ്പോ എന്തോ ചില്ലറ സംഘടനാ പ്രശ്നമല്ലാതെ ബിദ്അത്തുകാർക്കെതിരെ സന്ധിയില്ലാതെ സമസ്ത പ്രവർത്തിക്കുമ്പോ സമസ്തക്ക് മുമ്പ് തുടക്കം കുറിച്ച ബിദ്അത്തുകാര് 1920 തുടക്കം കുറിച്ചു എങ്കിൽ അവരൊരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ 8ഉം 10ഉമായി പൊട്ടിത്തെറിച്ച് ഇന്ന് ബിദ്അത്ത് എവിടെയെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു ബിദ്അത്തുകാരനെ കാണുമ്പോ നീ ഏതാണെന്ന് ചോദിക്കേണ്ട അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ അൽഹംദുലില്ലാഹ് സെന്റനറിയുടെ 100ാം വാർഷിക സമ്മേളനം നടക്കുമ്പോ അൽഹംദുലില്ലാഹ് ഈ മുസ്ലിം ഉമ്മത്തിന്റെ ഈമാന് കവർന്നെടുക്കാൻ വന്ന ബിദ്അത്തുകാരോട് പോരാടി സമസ്ത ചെയ്ത ഏറ്റവും വലിയ പ്രവർത്തനം ഈ ഉമ്മത്തിന്റെ ഈമാന്റെ കാവൽപ്പടന്മാരായി സമസ്ത നിന്നു എന്നതാണ്. ഈ സമസ്തയുടെ നമ്മുടെ ഈമാന് സംരക്ഷിച്ച സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനം ജനുവരിയിൽ വെച്ച് നടക്കുമ്പോ എന്റെ നാട്ടുകാരെ ഇപ്പോൾ തന്നെ ബസ് ബുക്ക് ചെയ്യാൻ മറക്കരുത്.